കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശനായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മൂകാംബിക വാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. വൈശാഖമാസം മഹാവിഷ്ണു ഭജനത്തിലൂടെ അക്ഷയപുണ്യം ലഭ്യമാകുന്ന വസന്തകാലം ആഗതമായിരിക്കുന്നു. ഹിന്ദു പഞ്ചാംഗത്തിലെ പുണ്യമാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസം വൈശാഖ മാസമാണ്. ചാന്ദ്രമാസങ്ങളിൽ ആദ്യത്തെ മാസം ചൈത്രമാസവും രണ്ടാമത്തേത് വൈശാഖവുമാണ്. ഈ 2 മാസങ്ങളും ചേർന്നതാണ് വസന്തകാലം. സ്കന്ദപുരാണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: എപ്രകാരമാണോ സർവവിദ്യകളിൽ ശ്രേഷ്ഠം വേദങ്ങൾ, സർവമന്ത്രങ്ങളിൽ ശ്രേഷ്ഠൻ പ്രണവമന്ത്രം, സർവപക്ഷികളിൽ ശ്രേഷ്ഠൻ ഗരുഡൻ, സർവനദികളിൽ ശ്രേഷ്ഠ ഗംഗ, സർവവൃക്ഷങ്ങളിൽ ശ്രേഷ്ഠം കൽപ്പവൃക്ഷം, സർവരത്നങ്ങളിൽ ശ്രേഷ്ഠം കൗസ്തുഭം, അപ്രകാരം സർവമാസങ്ങളിൽ ശ്രേഷ്ഠമാകുന്നു വൈശാഖമാസം. മേടമാസത്തിലെ അമാവാസിക്ക് ശേഷം വരുന്ന പ്രഥമ മുതൽ ഇടവമാസത്തിലെ അമാവാസി വരെ ആണ് വൈശാഖ മാസം. 2026 വൈശാഖ മാസ ആരംഭം ഏപ്രിൽ 18 മുതൽ ആരംഭിക്കുന്നു. മെയ് 16 വരെയാണ് വൈശാഖ മാസക്കാലം. എങ്ങനെ വൈശാഖ മാസം ആചരിക്കാം എന്ന് നോക്കാം. ശരീരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി എന്നിവയിലൂടെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഈ പുണ്യകാലം ആചരിക്കാം. ശരീരശുദ്ധി, അതായത് എല്ലാ ദിവസവും പ്രഭാത സ്നാനവും വൈകുന്നേരവും സ്നാനം ചെയ്ത് ശരീരശുദ്ധി വരുത്തുക. ആഹാരശുദ്ധി, അതായത് മത്സ്യമാംസാദികൾ വർജിച്ച് ലഹരി പദാർത്ഥങ്ങൾ വർജിച്ച് സ്വാത്വികമായ ഭക്ഷണശീലങ്ങളിൽ ആർജിച്ച് ഈ പുണ്യകാലം ആചരിക്കാം. മിതമായ ഭക്ഷണം സാധിക്കുമെങ്കിൽ 2 നേരം മാത്രം കഴിക്കുക. സസ്യാഹാരം, അതുപോലെ അതിരൂക്ഷതീക്ഷ്ണങ്ങളായ ഭക്ഷണങ്ങൾ, അതായത് മസാലകളും എരിവും പുളിയുമൊക്കെ അധികം ചേർത്ത ഭക്ഷണങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് മിതമായ ആഹാരം കഴിച്ച് ഈ പുണ്യകാലം നമുക്ക് ആചരിക്കാം. മനഃശുദ്ധി, അതായത് നിത്യനാമജപം, ഭഗവാന്റെ നാമങ്ങൾ ജപിച്ച് ഭഗവാനെ ഭജിക്കാം. അതുപോലെ ക്ഷേത്രദർശനം, ക്ഷേത്രങ്ങളിൽ ഭാഗവത സപ്താഹവും ദേവീ മഹാത്മ്യ പാരായണം, നാരായണീയ പാരായണം ഒക്കെ ഉള്ള കാലമാണ് വൈശാഖ മാസക്കാലം. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ പോയി ശ്രവണം ചെയ്യുന്നതൊക്കെ അതീവ പുണ്യകരമാണ്. അങ്ങനെ ചിട്ടയോടെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഈ വൈശാഖ മാസം ആചരിക്കാം. വൈശാഖ മാസത്തിലെ പ്രധാന ആചരണങ്ങളിൽ ഒന്നാണ് പ്രഭാത സ്നാനം. പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് സ്നാനം ചെയ്യുന്നത് അതീവ പുണ്യകരം ആണ് എന്ന് പറയപ്പെടുന്നു. മഹാവിഷ്ണു മഹാലക്ഷ്മിയോടൊത്ത് വൈകുണ്ഠത്തിൽ നിന്നും ഭൂമിയിൽ സന്നിഹിതനായിട്ടുള്ള സമയം കൂടിയാണ് വൈശാഖ പുണ്യമാസക്കാലം. അതുകൊണ്ട് തന്നെ ഭഗവാനോടൊപ്പം സർവ്വദേവതകളുടെയും സാന്നിധ്യം ഈ വൈശാഖ മാസത്തിൽ ഭൂമിയിൽ അനുഭവയോഗ്യമാണ്. സർവ്വതീർത്ഥങ്ങളുടെയും സാന്നിധ്യം എല്ലാ നദികളിലും ജലാശയങ്ങളിലും സൂര്യോദയം കഴിഞ്ഞ് 6 നാഴിക വരെ ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. എന്നതിനാൽ തന്നെ പ്രഭാത സ്നാനം സർവതീർത്ഥ സ്നാനഫലം നൽകുന്നു. അതുകൊണ്ടാണ് വൈശാഖ മാസകാലത്ത് പ്രഭാത സ്നാനത്തിന് അതീവ പ്രാധാന്യം നൽകുന്നത്. രണ്ടാമതായി വരുന്ന ആചരണം ദാനധർമ്മങ്ങളാണ്. വൈശാഖ മാസകാലത്തിൽ ദാനധർമാദികൾ ചെയ്യുന്നത് അതീവ പുണ്യം പ്രദാനം ചെയ്യുന്നു. വൈശാഖ മാസത്തിൽ മാത്രം അല്ല കേട്ടോ ദാനധർമാദികൾ ചെയ്യുന്നത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ദാനധർമാദികൾ ചെയ്യണം. ഗ്രീഷ്മ ഋതുവിലാണ് വൈശാഖം. വേനൽക്കാലത്ത്
ഇപ്പോൾ ഏറ്റവും ആവശ്യമുള്ളത് ദാനം ചെയ്യുക. അന്നദാനം, വസ്ത്രദാനം, ജലദാനം എല്ലാം തന്നെ പുണ്യ ഫലപ്രദമാണ്. എന്നിരുന്നാലും ജലദാനമാണ് മഹത്തരം. വേനൽ ചൂടിൽ ദാഹിച്ച് വലഞ്ഞു വരുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ജ്യൂസോ സംഭാരമോ ഒരു കുപ്പി സാധാരണ വെള്ളമോ വാങ്ങിക്കൊടുത്താലും അത് അതീവ പുണ്യം ഫലം പ്രദാനം ചെയ്യുന്നു. സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്ന ദാനധർമാദികളിലൂടെ, നല്ല കാര്യങ്ങളിലൂടെ ലഭിക്കുന്ന പുണ്യഫലപ്രാപ്തിയെക്കാളും 100 ഇരട്ടി പുണ്യം ആണ് വൈശാഖ മാസത്തിൽ ദാനധർമാദികൾ ചെയ്താൽ കിട്ടുക എന്നാണ് വിശ്വാസം. മനുഷ്യർക്ക് മാത്രമല്ല ദാനം ചെയ്യേണ്ടത്. ഭക്ഷണ സാധനങ്ങളും ജലവും സർവ്വജീവജാലങ്ങൾക്കും നൽകാം. ഒന്നും വേണ്ട, നമ്മുടെ വീടുകളിൽ തന്നെ രാവിലെ ഒരു പാത്രത്തിൽ നിറയെ വെള്ളം നിറച്ച് വയ്ക്കാം. പക്ഷികളൊക്കെ വന്ന് വെള്ളം കുടിച്ച് പോകും. നല്ല ചൂടല്ലേ, മനുഷ്യർക്ക് തന്നെ താങ്ങണില്ല. അതുപോലെ തണൽ മരങ്ങളെ പരിചരിക്കുന്നത്, ജലസേചനമൊക്കെ ചെയ്ത് തണൽ മരങ്ങളെ പരിചരിക്കുന്നവർക്കും പക്ഷിമൃഗാദികൾക്ക് ധാന്യങ്ങൾ ജലം നൽകുന്നവർക്കും 10,000 രാജസൂയ യാഗം നടത്തിയ ഫലം ലഭിക്കും എന്നാണ് വിശ്വാസം. പ്രധാനപ്പെട്ട ഒരു ആചരണമാണ് വൈശാഖ മാസത്തിലെ നാമജപം. എല്ലാ ദിവസവും നാമജപിക്കാൻ ഉണ്ട് മിക്ക ആൾക്കാരും. എന്നിരുന്നാലും വൈശാഖ മാസത്തിൽ നാമജപം, ഭഗവാന്റെ ഏതെങ്കിലും ഒരു നാമം തന്നെ ഉരുവിട്ടാൽ തന്നെ അത് അതീവ പുണ്യപ്രദമാണെന്നാണ് പറയപ്പെടുന്നത്. മഹാവിഷ്ണുവിന് പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ വിഷ്ണു സഹസ്രനാമം, വിഷ്ണു ശതനാമാവലി, വിഷ്ണു ഭജനം ചെയ്യുന്നത് അത്യുത്തമം. നാരായണീയ പാരായണം, ഭാഗവത പാരായണം ഒക്കെ നല്ലതാണ്. മഹാവിഷ്ണുവിനോടൊപ്പം തന്നെ മഹാലക്ഷ്മിയും ഭജിക്കുന്നത് അതീവ പ്രാധാന്യം ഉള്ളതാണ്. ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. മനസ്സിരുത്തി ഭക്തിവിശ്വാസത്തോടെ നാമജപം ചെയ്യണം എന്ന് മാത്രം. ഇനി ഏതെങ്കിലും ആളുകൾ ദേവിയെ നിത്യം ഭജിക്കുന്നു, ദേവീ നാമം ജപിക്കുന്നു, മഹാദേവനെ നിത്യം ഭജിക്കുന്നു, നിത്യജപത്തിൽ മഹാദേവ നാമങ്ങൾ ജപിക്കുന്നു എന്നിരിക്കെ വൈശാഖ മാസമല്ലേ, ഇതെല്ലാം മാറ്റി നിർത്തി മഹാവിഷ്ണുവിനെ വേണം ഭജിക്കാൻ എന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ നിത്യവും ആരാധിക്കുന്ന മൂർത്തിയുടെ ശ്ലോകങ്ങളും നാമങ്ങളും ഒക്കെ ജപിച്ചതിന് ശേഷം അതിനോടൊപ്പം തന്നെ വിഷ്ണുനാമങ്ങളും വിഷ്ണു സഹസ്രനാമങ്ങളും ജപിക്കുക. അത് മതി, ധാരാളം. ഏത് മൂർത്തിയെ ഭജിച്ചാലും ഭഗവാന്റെ പാദങ്ങളിൽ അത് സമർപ്പണമായിട്ട് തീരും. സർവദേവേ നമസ്കാരം ഭഗവൽ പാദപ്രണാമം എന്നാണ്. ഇനി വിസ്തരിച്ച് വിഷ്ണു സഹസ്രനാമം വായിക്കാൻ സമയക്കുറവുള്ളത് ആൾക്കാരും ഒക്കെ ഒന്നും വേണ്ട, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് 21 പ്രാവശ്യമോ സാധിക്കുന്നവർ 108 പ്രാവശ്യമോ ജപിച്ചാൽ മതിയാകും. ഇനി അതൊന്നുമില്ലെങ്കിൽ തന്നെ വെറുതെ നാരായണ 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 എന്ന് ജപിച്ചാൽ കൂടി വളരെ പുണ്യം ലഭിക്കുന്ന ഒരു കാലയളവാണ് വൈശാഖ മാസക്കാലം. പിന്നത്തെ പ്രധാന വൈശാഖ മാസ ആചരണത്തിൽ വരുന്നതാണ് ക്ഷേത്ര ദർശനം. അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാവിലെയോ വൈകുന്നേരമോ അവരവരുടെ സൗകര്യമനുസരിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. വിഷ്ണു ക്ഷേത്രമില്ലെങ്കിൽ ദേവീക്ഷേത്രമോ മറ്റേതെങ്കിലും മൂർത്തിയുടെ ക്ഷേത്രത്തിൽ രാവിലെയോ വൈകുന്നേരമോ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും പോകാൻ സാധിക്കുന്നവർ ചെയ്യുക. അതുപോലെ ഒട്ടേറെ വിശേഷ ദിവസങ്ങൾ വരുന്ന ഒരു കാലയളവ് കൂടെയാണ് വൈശാഖ മാസം. അക്ഷയ തൃതീയ, ബലരാമ ജയന്തി, പരശുരാമ ജയന്തി, നരസിംഹ ജയന്തി, ശങ്കര ജയന്തി തുടങ്ങിയ പുണ്യ ദിനങ്ങൾ കൂടി വരുന്ന കാലമാണ് വൈശാഖകാലം. കലികാലമാണ്. കലിയുഗത്തിൽ
കഷ്ടതകളെ നിവാരണം ചെയ്യാനും കാഠിന്യങ്ങൾ കുറയ്ക്കാനും കലിദോഷ നിവാരണ മന്ത്രം ഈ വൈശാഖ മാസത്തിൽ ജപിച്ചാൽ വളരെ ഉത്തമമാണ്. അതിവേഗത്തിൽ കലിയുഗത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ കാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കുന്നത് നല്ലതാണ്. അതുപോലെ പിതൃതർപ്പണത്തിന് വളരെ ഉത്തമമാണ് വൈശാഖ മാസം. ജീവജാലങ്ങൾക്ക് ജലം നൽകുന്നത് ഒക്കെ പിതൃക്കളെ സന്തോഷിപ്പിക്കുന്നതിന് ഉതകുന്നു. അങ്ങനെയുള്ള ഈ പുണ്യമാസത്തിൽ മഹാലക്ഷ്മിയെയും മഹാവിഷ്ണുവിനെയും ധ്യാനിച്ചുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് വീട്ടിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ഇനി പറയുന്ന ശ്ലോകം ജപിച്ച് തുളസീദളങ്ങൾ അർപ്പിച്ചാൽ വളരെ ഫലപ്രദവും ഭാഗ്യലബ്ധിക്കും ഒക്കെ ഉതകുന്നതാണ്. വളരെ ഫലപ്രദമാണ്. ശ്ലോകം ഇതാണ്: ശ്രീധഃ ശ്രീശഃ ശ്രീനിവാസഃ ശ്രീനിധിഃ ശ്രീവിഭാവനഃ ശ്രീധരഃ ശ്രീകരഃ ശ്രേയഃ ശ്രീമാൻ ലോകത്രയാശ്രയ. ഈ ശ്ലോകം 3 പ്രാവശ്യം ജപിച്ചതിന് ശേഷം ഒരൊറ്റ തുളസീദളം അർപ്പിച്ച് പ്രാർത്ഥിച്ചാലും ഭഗവാൻ അതിവേഗം പ്രസന്നമാകും. അങ്ങനെ ഈ പുണ്യമായ വൈശാഖകാലം എല്ലാ സജ്ജനങ്ങളും വ്രതനിഷ്ഠകളോടെ ആചരിക്കാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.